നമസ്കാരം സുഹൃത്തുക്കളെ, പത്തനംതിട്ടയിൽ വന്നിരിക്കുന്ന ഒരു അണ്ടർ വാട്ടർ ടണലിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മളിന്ന് അവിടെ സന്ദർശിച്ചിരുന്നു. പത്തനംതിട്ട ഇടത്താവളത്തിലാണ് ഈ അണ്ടർ വാട്ടർ ടണൽ വന്നിരിക്കുന്നത്. നേരത്തെ പല സ്ഥലത്തും നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും പത്തനംതിട്ട ജില്ല ആസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടായിരുന്നു. തിരുവല്ലയിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അണ്ടർ വാട്ടർ കടൽ മത്സ്യങ്ങളുടെ ധാരാളം ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ടണലിലൂടെ ഏകദേശം 500 അടിയോളം നീളമുള്ള ഒരു ടണലിൽ കൂടെയാണ് നടക്കുന്നത്. അത് നമുക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. കുട്ടികളെയും മുതിർന്നവരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചയും നമ്മൾ ഒന്നും കാണാത്ത ഒരുപാട് മത്സ്യങ്ങളെയും കാണാൻ പറ്റും. എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നമ്മൾ പകർത്തിയ ചിത്രങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ പോയി കാണാനാണെങ്കിൽ ധാരാളമുണ്ട്. അപ്പം പത്തനംതിട്ടയിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് നമ്മൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് കാണാൻ വേണ്ടി അവിടെ ചെന്നതാണ്. മീനുകളുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ്. അപ്പോൾ ഇത് കാണാത്തവർക്കൊക്കെ നല്ല കൗതുകമുണർത്തുന്ന കാഴ്ചയായിരിക്കും. കുട്ടികളൊക്കെ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ തലയ്ക്ക് മുകളിൽ കൂടെ എല്ലാം മീൻ പോകുന്നത് കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണെങ്കിൽ പല സൈസ് മീനെ കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് AC എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രാത്രിയിലാണ് ഞാൻ പോയത്. അത് വലിയ ചൂട് ഫീൽ ചെയ്തില്ല. പകൽ ചിലപ്പോൾ വലിയ ചൂട് നമുക്ക് തോന്നുമായിരിക്കാം. എന്തായാലും രാത്രിയിൽ പോയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. AC ഇടയ്ക്കിടയ്ക്ക് AC ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ട് സുഖങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് കുഴപ്പമില്ല. വലിയ ടണലാണ്. നമുക്കിത് കാണുമ്പോൾ വളരെ അക്വേറിയത്തിൻ്റെയൊക്കെ വലിപ്പം കണ്ടാൽ തന്നെ നമുക്ക് അതിഭയങ്കരമായ സന്തോഷം തോന്നും. മീനുകളുടെ ഒരു വലിയ കൂടാരം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കണ്ട് കേട്ട് നമുക്ക് മുമ്പോട്ട് നടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വലിയ മീൻ, പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ അക്വേറിയത്തിനകത്തിൽ മെർമെയ്ഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി മെർമെയ്ഡിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാം. അതും കാണേണ്ടതായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. മീനിൻ്റെ കാഴ്ചകൾ ധാരാളം ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കണ്ട് മുമ്പോട്ട് പോകണം. ഒരു കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. കാർപ്പിൻ്റെയൊക്കെ വലിയ കൂട്ടമുണ്ട്. മറ്റുള്ള ഓരോ സൈസ് മീനുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മെർമെയ്ഡിൻ്റെ അടുക്കലോട്ട് വരുവാണെങ്കിൽ ഇതാണ് മെർമെയ്ഡുകൾ. അതിൽ മത്സ്യകന്യയും 2 കന്യകന്മാരും ഉണ്ട്. അവർ ഓക്സിജൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ആണുങ്ങൾ നിന്നത്. പക്ഷേ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ഒന്നുമില്ല. അവർ മീനിൻ്റെ വേഷമൊക്കെ കെട്ടി ഒരുപാട് നേരം ശ്വാസം പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ചകളുണ്ട്. അവരുടെ ഡാൻസും ഒക്കെ ഉണ്ട്. പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഡാൻസ് കാണിക്കുക, ലവ് കാണിക്കുക, ഇപ്പോൾ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടോ, അവർ ഓക്സിജൻ ഒന്നും വെക്കാതെ ധാരാളം സമയം നിൽക്കുന്നുണ്ട്. 2 പേരുണ്ട്. അവർ 2 ട്രെയിലായിട്ട്, ഒരു ട്രൈ ആണ്, രണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ കയറി വരും. അവർ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് കയറി ഓക്സിജൻ എടുത്തിട്ട് തിരിച്ച് താഴോട്ട് വന്നു വീണ്ടും നമ്മളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് ഇത് ഉറങ്ങുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് കുട്ടികളുടെ വന്നിട്ട്. കാരണം ഈ മെർമെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞ് ആകർഷിച്ചാണ് കൊണ്ടുവന്നത്. എനിക്ക് നല്ല ഭംഗിയാണ് അത് കാണാൻ. വെള്ളത്തിലൂടെ ഇങ്ങനെ കാണിക്കാൻ വലിയ അക്വേറിയത്തിൽ അവരതിങ്ങനെ അഭ്യാസം കാണിക്കുന്ന കാണാൻ തന്നെ രസമുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കി വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുന്നതേ ഉള്ളൂ. നല്ല 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 ഇമ്പമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് അവർ മെർമെയ്ഡിനെ സൈഡിൽ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി ഉണ്ട്. സെൽഫി വിത്ത് മെർമെയ്ഡ് 150 രൂപയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ അവരന്നേരം തന്നെ പ്രിൻ്റ് എടുത്ത് തരുന്ന ഒരു സിസ്റ്റം അവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. നന്നായിട്ടുണ്ട്. കാരണം അവധിക്കാലം കഴിഞ്ഞിട്ടാണ് ഇത് വന്നതെങ്കിലും പത്തനംതിട്ടയിൽ ഇങ്ങനെ സംഭവം വന്നപ്പോൾ അടുത്താളത്തിലാണ് ധാരാളം ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അതൊരു കാണേണ്ട കാഴ്ച തന്നെ. ഈ മീനുകൾ ഈ വലിയ അക്വേറിയൊന്നും കാണാത്തവർ തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പോൾ ഒന്ന് കാണുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഇതൊന്നും കാണാനും ആസ്വദിക്കാനും ഒന്നും പറ്റത്തില്ല. എല്ലാ സമയത്തും ഇവിടെ വരത്തില്ല. നമ്മുടെ ജില്ല വിട്ടിട്ട് പലയിടത്തും ഇത് ധാരാളം വരുന്നുണ്ടെങ്കിലും നമ്മളിവിടെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അപ്പം എത്രയും ലോങ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത്രയുണ്ട്. നല്ല കാഴ്ചയുണ്ട്. ഇതാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇരിക്കുന്ന മെർമെയ്ഡിന്. അത് അവിടെ ഇരുന്ന് സെൽഫി എടുക്കുന്നത്. അതിന് ആരും കയറുന്നൊന്നും കണ്ടില്ല. പിന്നെ ഏറ്റവും അത്ഭുതം തോന്നിക്കുന്നതാണ് ഈ റോബോട്ടിൻ്റെ ഒരു വിസ്മയം തന്നെ അവിടെ ഉണ്ട്. റോബോട്ടുകൾ, ഇതാ റോബോട്ടിൻ്റെ ഒരു പട്ടിക്കുട്ടനാണ്. അത് കാണിക്കുന്ന അഭ്യാസമൊക്കെ കാണണം. നമുക്ക് ഭയങ്കരമായിട്ട് ആനന്ദം തോന്നും, ചിരി വരും ഇത് കാണാൻ. റോബോട്ട് 2-3 റോബോട്ടിനെ അവർ വെച്ചിട്ടുണ്ട്. ഇത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബോട്ടിൻ്റെ കാഴ്ചകൾ നല്ല അത്ഭുതമുണ്ട്. ഇതുണ്ട് ചായ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന റോബോട്ട്, ഒരു ട്രേ ഉണ്ട്, ഓടി വരുന്ന റോബോട്ടുണ്ട്. അതൊക്കെ വാങ്ങാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ നമ്പരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാം. റോബോട്ടിലെ ആ പട്ടിയാണ് ഏറ്റവും ആകർഷിക്കുന്നത്. അതിൻ്റെ നടത്തവും അതിൻ്റെ ചാട്ടവും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് തന്നെ സ്പീഡിലും കാണിച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണുന്നത് ഒരു വലിയ കാഴ്ച തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് സമയം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. കാരണം വലിയ വീഡിയോ ആക്കുന്നില്ല. പല അഭ്യാസങ്ങളും ആ പട്ടി അവിടെ കാണിക്കുന്നുണ്ട്, റോബോട്ട് പട്ടി. അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു.
അതൊക്കെ കിടക്കുന്ന പാത്തിരിക്കുന്ന രസമാണ് കാണിക്കുന്നത് കാണാൻ. ഇവിടെ കുറേ കുറ്റി റോബോട്ടുകൾ വെച്ചിട്ടുണ്ട്, അവരുടെ ഡാൻസൊക്കെ ഉണ്ട്, അത് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കുട്ടി റോബോട്ട് ഉണ്ട്, ഡാൻസ് കളിക്കുന്ന കുട്ടി റോബോട്ട്, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് കാണിക്കാം. ഇത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു, നമ്മളെ നന്നായിട്ട് ആകർഷിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു മെർമെയ്ഡിൻ്റെ ഈ കാഴ്ചകൾ. നമ്മൾ ഈ റോബോട്ടിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ മേളയ്ക്കും ഉള്ളതുപോലെ ധാരാളം പർച്ചേസിങ് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. കാരണം അങ്ങോട്ട് പോകുന്നതോറും പിന്നെ ഷോപ്പുകൾ, ഫുഡ് കോർട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ. നോർമലി ഞാനതൊന്ന് ഓടിച്ച് കാണിക്കുന്നുള്ളൂ, ഓരോന്നും സ്പെസിഫിക്കായിട്ട് നമുക്ക് കാണിക്കാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേളകളിലും വരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഫുഡ് കോർട്ടുണ്ട്, സർബത്തിൻ്റെ ആയാലും ഐസ്ക്രീം ആയാലും ജ്യൂസസ് ആയാലും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഇത് വൈബ്രേറ്റർ മില്ലിൻ്റെ മില്ലും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണ്. ഞാൻ ജസ്റ്റ് നിന്നേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അതിൻ്റെ കുറേ ഇതൊക്കെ കണ്ട് ബജ്ജിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങ് കോമണായിട്ട് പടത്തി വിട്ടെന്നേ ഉള്ളൂ. മുട്ടായികൾ, പഴയകാല മുട്ടായികളുടെ വിതരണം ഇതെല്ലാം ഉണ്ട്. അത് സ്ത്രീകളെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ, കുട്ടികളെ ആകർഷിക്കുന്ന എല്ലാം ഉണ്ട്. അതിൻ്റെ നമുക്ക് പിന്നെ എടുത്ത് പറഞ്ഞ് ഞാൻ അതിൻ്റെ കണ്ടത് ഇതാണ്, ഈ പേനയും കൊണ്ടുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. 120 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കിറ്റുണ്ട്. ഒരു സ്കെച്ച് പെന്ന് നമ്മൾ അതിൻ്റെ ഇട്ടിട്ട് ഊതി കഴിഞ്ഞാൽ ഡിസൈൻ വരുന്ന ഒരു നല്ല കണ്ടോ ഡിസൈൻ ഇങ്ങനെ പടം വരും. നല്ല രസമാണ് അത് കാണാൻ. കണ്ടോ ഈസിയാണ്. 120 രൂപയുള്ള ഒരു കിറ്റ് പാക്കറ്റിന് അതൊരു നല്ല കാഴ്ചയായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ആകർഷിക്കാൻ പറ്റും. പഠിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത് വലിയ വിലയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഊതിയാൽ മതി, പടം വരുന്നുണ്ട്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനാണ് ഞാൻ ആ വീഡിയോ അത്രയും കാണിച്ചത്. അതിന് 120 രൂപ വിലയുള്ളായിരുന്നു. അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോവാം. മുമ്പോട്ട് പോയിട്ട് ബാക്കി വെളിയിലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ള ഗെയിംസും കാര്യങ്ങളും എല്ലാം വെളിയിലായിരുന്നു. അച്ചാറുകളുടെ മേള, അവിടെ പ്രത്യേക സ്മെല്ല് തന്നെയാണ് അച്ചാറിൻ്റെ മേളയെല്ലാം കണ്ടു കഴിഞ്ഞ് ഈ കടകളെല്ലാം ധാരാളം ഷോപ്പുണ്ട്. അതെല്ലാം കണ്ട് കേട്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഗെയിമുണ്ട്, നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് റെയിനി കാലാവസ്ഥയായിരുന്നു എങ്കിലും ഇതിലെല്ലാം ഞാൻ ആ വള്ളത്തിലുണ്ട്, അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. ഈ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കൊണ്ട് കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ജനുവരിയിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജനുവരിയിലൊക്കെ ഓടുന്നുണ്ട്. മഴയത്താണെങ്കിലും ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഇത് കുട്ടികളുടെ ബോട്ടാണ്. ഇവിടെ ആരും ഇല്ലായിരുന്നു, അത് ഓഫാക്കിയിട്ടിരുന്ന കൊച്ചുകുട്ടികളിൽ. ഇത് ഗെയിം ഉണ്ടായിരുന്നു. നമ്മുടെ പൈസ കൊണ്ടുപോകുന്ന ഗെയിം, എന്നാലും ഒരു സമ്മാനം അവർ തരും, അതൊരു സന്തോഷമാണ്. കുഞ്ഞിനാണെങ്കിൽ ഓരോ സമ്മാനങ്ങൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ തുക വാങ്ങിച്ചാൽ ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കും, അതൊരു കാണാനൊരു സന്തോഷമാണ്. അങ്ങനെയുള്ള എല്ലാ ഗെയിമുകളും സമയം കളയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പോയി കാണുക, അനുഭവിക്കുക.